ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ് എക്സാമിൻ്റെ സ്റ്റേജ് 1 കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞത് മിഷൻ 90, അതായത് 90 മാർക്ക് എങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്ത മെത്തഡിൻ്റെ പേരാണ് KPSM. KPSM എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് ഇതിനെ വിളിക്കുക. എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കിയ മെത്തേഡ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്ന് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ KPSM മെത്തേഡ് എന്ന് വിളിച്ചായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കറണ്ട് അഫെയർ അനാലിസിസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ട്. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്നത് കാണാം. ഇതിൽ നമ്മൾ ബാക്കിയുള്ള GK, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെല്ലാമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ടെലഗ്രാം ചാനലുണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ KPSM മെത്തേഡിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ്? 2024 LDC പരീക്ഷയ്ക്ക് ശേഷമാണ് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ആ സമയത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ ഒന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് 10th മെയിൻസിന്റെ പരീക്ഷയും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ 10th മെയിൻസിന് എപ്പോഴാണോ പഠിക്കാൻ തുടങ്ങിയത്, LDC കഴിഞ്ഞ ഉടനെ 10th പ്രിലിംസിനും മെയിൻസിനും കൂടി ചേർത്താണ് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10th മെയിൻസിന് പഠിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് നമ്മൾ KPSM രീതിയിൽ പഠിച്ചു. ഇതിൽ നമ്മൾ എന്താ ചെയ്തത്? മുഴുവൻ സിലബസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുഴുവൻ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. ഓക്കെ, രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിക്കുകയുള്ളൂ. വേറൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അതിൽ കറണ്ട് അഫയേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ വീഡിയോ ആണ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതൊന്ന് കാണാം, ചാനലിലും ഉണ്ടാവും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള അനാലിസിസ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് നമ്മൾ വീക്ക്ലി ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ വീക്ക്ലി ടൈം ടേബിൾ എന്തായിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ, അതായത് കോഡ് A പാറ്റേൺ, ക്വസ്റ്റ്യൻ നമ്പർ അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, 1 മന്തിന്റെ റിവിഷൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അടക്കം എങ്ങനെയാണ് ഈ ഇന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 1.5 മണിക്കൂർ എക്സാം എങ്ങനെ എഴുതാം, അതായത് ആദ്യത്തെ ടൈം എങ്ങനെ കൊടുക്കണം, ആദ്യത്തെ 15 മിനിറ്റ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെല്ലാം വേണ്ടി നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, നമ്മളൊരു PSC ക്വസ്റ്റ്യനെ ബേസിക് ആയിട്ട് രണ്ടായിട്ടാണ് തിരിക്കുക. ഒന്നിന്റെ പേര് ഫാക്ട്, ഒന്നിന്റെ പേര് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫാക്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിന് 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ട് പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് എപ്പോഴും വരിക ശ്രീനാരായണ ഗുരു ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ 4 വർഷം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫാക്ട്. ഓക്കെ, അതിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങും ടൈം ലൈനും പറഞ്ഞിട്ട് ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ടാവും. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരുമ്പടി ചേർക്കുക. ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 4 സംഭവങ്ങൾ തന്നിട്ടുണ്ടാവും. ആ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി അതിന്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒക്കെ പോവാണ്. ഓക്കെ, ആഡ് ചെയ്യലും ഡിവൈഡ് ചെയ്തൊന്നുമല്ല, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എന്ത് ചെയ്യും, എഴുതാൻ വേണ്ടി പോകുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് 2 എക്സ്റ്റൻഷനായി തിരിക്കാവുന്നതാണ്. ഒന്നിന്റെ പേര് അസേർഷൻ റീസൺ, ഒന്നിന്റെ പേര് അനാലിസിസ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മൾ സിലബസ് മൊത്തമായി പഠിക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ തന്നിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്യില്ല, ഡീറ്റെയിൽ ആയി പഠിക്കില്ല. ഡീറ്റെയിൽ ആയി പഠിക്കാൻ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയി പഠിക്കുന്നതായിരിക്കും. ആ ടോപ്പിക്കിന്റെ നേരെ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ബേസിക് ആയിട്ടാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അതായത് ഫാക്ട് ബേസ്ഡാണ് പഠിക്കാൻ പറഞ്ഞെങ്കിൽ ആ ടോപ്പിക്കിന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫാക്ട് എന്ന് എഴുതി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, സിലബസ് എല്ലാം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. 2, ആ സിലബസിന് നമ്മൾ ഇത്രയും കുറച്ചതിന് ശേഷം, ഓക്കെ, അറൌണ്ട് ഒരു 60% കുറച്ചതിന് ശേഷം, ഓക്കെ, ഒരു 40% സിലബസ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ആ 40% സിലബസ് നമ്മൾ പഠിച്ചതിന് ശേഷം
ഓക്കെ, നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. ഓക്കെ, ആ 40% സിലബസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, മൊത്തമായിട്ട് എല്ലാം ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നില്ല. അതിൽ ഫാക്ട് ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ പഠിക്കാൻ പറയുന്നത് ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി കോഡ് ബി, കോഡ് സി, കോഡ് ഡി ഉള്ള ആളുകളാണെങ്കിൽ എക്സാം ഹോൾ എന്താണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് നോക്കുക, എക്കണോമിക്സിലോട്ട് പോവുക, അല്ലെങ്കിൽ റീസണിങ് ആണെങ്കിൽ റീസണിലോട്ട് പോവുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഒരു കാര്യം കൂടിയുണ്ട്, അത് എവിടെ നിന്നാണ് പഠിക്കേണ്ടെന്നുള്ള ഉറവിടം അല്ലെങ്കിൽ അതിന്റെ എന്ത് നമ്മൾ തന്നിട്ടുണ്ടാവും, സോഴ്സ് നമ്മൾ തന്നിട്ടുണ്ടാവും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം, PSCക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഓക്കെ, ഒരുപാട് സമയത്തിന് പ്രശ്നമുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ എന്താണ്, ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ഉണ്ട്, അതിൻ്റെ ഇടയിൽ എങ്ങനെയാ പഠിക്കുക, ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എക്സാമിന് പോയി അവിടെ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ എക്സാം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നഷ്ടമാവില്ല. അതേപോലെ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാ വരാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൺഫിഡൻസ് കൂടുന്നതായിരിക്കും. കോൺഫിഡൻസ് കൂടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി, വളരെ വ്യക്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി വരാൻ പോകുന്ന ഓക്കെ LDC ബെപ്കോയ്ക്ക് നിങ്ങൾക്ക് ഇതേ പാറ്റേണിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത് ഇട്ടതിന് നെക്സ്റ്റ് ഡേ തൊട്ട് LDC ബെപ്കോയ്ക്കുള്ള നമ്മുടെ വീക്ക്ലി ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് PSC കിട്ടാൻ വേണ്ടിയിട്ട് 3 സാധനങ്ങളുടെ ആവശ്യമാണ് ഉള്ളത്. ഒന്നാമത്തെ സാധനം ഹാർഡ് വർക്ക്, അത് നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യില്ല. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ലക്ക്. ഓക്കെ, നിങ്ങൾ ഏത് സ്റ്റേജിലാണ് വരുന്നത്, അതേപോലെ നിങ്ങൾ എഴുതി വെച്ച ക്വസ്റ്റ്യൻസ് PSC ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വന്നു. ഓക്കെ, അതേപോലെ നിങ്ങളുടെ റൂമിൽ എന്തുണ്ടായിരുന്നു, ക്ലോക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് കിട്ടി, അഡീഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കിട്ടി. അതേപോലെ ഓക്കെ, ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കുറെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, ചില ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും, ടഫ് ആയിരിക്കും. ഇങ്ങനെയെല്ലാം വരികയാണെങ്കിൽ സ്റ്റേജുകളിൽ പെടുന്നതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു PSC ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ 3 കാര്യങ്ങളും എന്നാണോ നിങ്ങളുടെ കയ്യിൽ പൂർണ്ണമായിട്ട് വരുന്നത് അന്ന് നിങ്ങൾ എന്ത് കിട്ടുന്നതായിരിക്കും, ജോലി കിട്ടുന്നതായിരിക്കും. ലക്ക് നമ്മുടെ കയ്യിലല്ല. ഓക്കെ, ഹാർഡ് വർക്ക് നിങ്ങളുടെ കയ്യിലാണ്. സ്മാർട്ട് വർക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ മൊത്തം സിലബസ് പഠിച്ചോ? ഇല്ല. ഓക്കെ, നിങ്ങൾ സമകാലീന വിഷയങ്ങൾ അതായത് കറണ്ട് അഫയർ മൊത്തം പഠിച്ചോ? ഇല്ല. ഓക്കെ, ഇനി ഞാൻ തന്നിരിക്കുന്ന ടോപ്പിക്സ് മുഴുവൻ നിങ്ങൾ വിശദമായിട്ട് സ്റ്റേറ്റ്മെന്റ് ബേസിൽ നിങ്ങൾ പഠിച്ചോ? ഇല്ല. എന്നിട്ട് നിങ്ങൾക്ക് 100ൽ എത്ര മാർക്ക് കിട്ടി? 89 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ പറ, എങ്ങനെയാ വേണ്ടത്? സാർ ഞാൻ 100ൽ 89 മാർക്ക് കിട്ടി പറയാൻ നിങ്ങൾ വിശ്വസിക്കില്ല. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രശ്നം എന്താ, കട്ട് ഓഫ്. അപ്പൊ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞ ശേഷം എന്ത് പറയാൻ പറ്റുള്ളൂ, കട്ട് ഓഫ് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം ലക്ക് ഒരു ഫാക്ടർ ആണ്. അങ്ങനെ ലക്ക് ഒരു ഫാക്ടർ ആണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഓക്കെ, PSCയുടെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം, അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിൽ എങ്ങനെയാണ് ഒരു കട്ട് ഓഫ് വരാൻ കുറിച്ച് അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ എൻ്റെ ചോദ്യം, ലക്ക് വരുന്നത് കൊണ്ട് നമുക്കിതിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കുറെ കൂടെ സ്റ്റേറ്റ്മെന്റ് സെൻട്രിക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് വന്ന പോലെ തന്നെ വരട്ടെ, പക്ഷെ കുറെ കൂടെ എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് സെൻട്രിക് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞത് വന്നത് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് ആദ്യത്തെ 15 മിനിറ്റ് പോകാൻ വേണ്ടി പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ 86-90ലേക്കാണ്. 86-90 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സംഭവത്തിന്റെ പേരാണ് വൊക്കാബുലറി. ഓക്കെ, വൊക്കാബുലറി ആണ് കാണാൻ പറ്റുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ 86ാമത്തെ ക്വസ്റ്റ്യൻ, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ്. ഇതൊരു വൊക്കാബുലറി അല്ലേ? എന്റെ ചോദ്യം, ഞാനിവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഏതാന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതേ ക്വസ്റ്റ്യൻ നമ്പർ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ അടക്കം ശരിയാണോ? അതെ. ഓക്കെ, അതിൽ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഉണ്ട്.
ഒരു ഫ്രൈസൽ വെർബ് ഉണ്ട്, ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, ഇതാണ് വൊക്കാബുലറി സിലബസ്. ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നോ ഇല്ലയോ? 5 മാർക്കാണ്. 5 മാർക്ക് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് എൻ്റെ ചോദ്യം. ഓക്കെ, നിങ്ങളോട് ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ് എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞ കാര്യം പഠിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ് പഠിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, കോമ്പൗണ്ട് വേർഡ്സ് പഠിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. സിംഗുലർ ആൻഡ് പ്ലൂറൽ പഠിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് പഠിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഒരു 7 ടോപ്പിക് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SCRT PYQ ആണ്. അതൊന്ന് എനിക്ക് 3 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി പറയും സാറേ 89 എങ്ങനെയാ വന്നത്? നമ്മുടെ ലക്ഷ്യം 90 ആണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 100 അല്ല, എല്ലാം പഠിച്ചു വാങ്ങുകയല്ല. ഇവിടെ മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്? 89 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 8 ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ് വരേണ്ടിയിരുന്നത്. 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 2 നമ്മൾ പറഞ്ഞതല്ല. ഓക്കെ, അപ്പൊ 90 മാർക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പേർക്കുള്ള ഡൗട്ട്, സാർ സ്റ്റേജ് 2 ഇതേ തന്നെയാണോ? അതേ തന്നെയാണ് മക്കളെ. ഓക്കെ, ഞാനല്ലാതെ പുതുതായിട്ട് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നില്ല, പഠിക്കാൻ വേണ്ടി പറയുന്നില്ല. ഇതേ സാധനം തന്നെയാണ് പഠിക്കാൻ വേണ്ടി പറയുന്നത്. നെക്സ്റ്റ് അടുത്ത LDC പേപ്പർക്ക് 4 സ്റ്റേജ് ഉണ്ടെങ്കിൽ 4 സ്റ്റേജിനും സെയിം ആണ് പഠിക്കാൻ പറയുക, അല്ലാതെ സെപ്പറേറ്റ് അല്ല പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി നമ്മൾ പോകുന്ന പാർട്ടാണ് റീസണിങ് പാർട്ട്. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിരിക്കുന്നത് 76 to 80 ആണ്. ഓക്കെ, ഇവിടെ 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണോ? അതെ. ഓക്കെ, അവിടെ നമ്മൾ ക്ലോക്ക് എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, എനിക്ക് ക്ലോക്ക് വന്നിട്ടുണ്ട്, ലെറ്റർ സീരീസ് വന്നിട്ടുണ്ട്, നമ്പർ സീരീസ് വന്നിട്ടുണ്ട്, സോറി ലെറ്റർ സീരീസ് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, കലണ്ടർ വന്നിട്ടുണ്ട്. ഇതാണ് എന്ത്? റീസണിങ്, മാനസിക ശേഷിയുടെ എന്ത് സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എൻ്റെ ചോദ്യം, ഞാൻ അവിടെ എന്താ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്ന ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഞാൻ അവിടെ സമാന ബന്ധങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത് സ്ഥാനനിർണയ പരിശോധന ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം എഴുതിയിട്ട് പഠിക്കുന്നതാണോ ബെറ്റർ, അതോ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വരുന്നതാണോ ബെറ്റർ? അതെ. അങ്ങനെ നമുക്ക് 5 out of 5 എന്ത് കിട്ടി? ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, എല്ലാം എന്ത് വന്ന് നമ്മൾ പറഞ്ഞാൽ എന്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ 5 out of 5 അല്ല, ഇത് 2 പ്രാവശ്യം എഴുതിയതാണ്, ഒരെണ്ണം മിസ്സായിട്ടുണ്ട്. അതിന്റെ പേരാണെന്ത്? സമാന ബന്ധങ്ങൾ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 4 out of 5 ആണ്. ഓക്കെ, ഫൈൻ. ഞാൻ ശരിയാക്കാവേ. 4 out of 5 ആണ്. നമ്പറിൽ വ്യത്യാസം വരാൻ പോകുന്നില്ല, അവിടെ എഴുതി വെച്ചാലാണ്ട് വ്യത്യാസം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇതുവരെ ആയിട്ടും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാം കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ, എങ്കിൽ അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഭാഗത്തിന്റെ പേരാണ് സയൻസ്. സയൻസ് പാർട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 34ലാണ് എന്ത് വരാൻ പോകുന്നത്? ബയോളജി വരാൻ പോകുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ക്വസ്റ്റ്യൻ നമ്പർ 34 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏതാണ്? ബയോളജിയാണ്. ഫൈൻ. ഓക്കെ, ബയോളജി നമ്മൾ ഡിസീസ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസീസിന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എൻവയോൺമെന്റിൽ നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് +2 എന്തായിരുന്നു? എന്താ പറയാ, എൻവയോൺമെന്റിന്റെ ബുക്കായിരുന്നു. ഒരു 20 പേജാണ് പഠിക്കാൻ പറഞ്ഞിരുന്നത്. നമ്മൾ റിവൈസ് ചെയ്ത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളി വന്നിട്ടുണ്ട്. വൈറ്റമിൻസിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോഷ്യൽ പ്രോഗ്രാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 7 ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടാതിരുന്നത് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ എഴുതിയിട്ടുള്ള മനുഷ്യ ശരീരമാണ് എനിക്ക് കിട്ടാതിരുന്നത്. ഓക്കെ, ആ മനുഷ്യ ശരീരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഹോർമോൺ, ലങ്സ്, ഹാർട്ട്, ഐ, ലിവർ, ഇതാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് എനിക്ക് നമുക്ക് എന്ത് ചെയ്തില്ല? വന്നില്ല. അതാണ് ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കി 6 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം, ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയി പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയും ലൈഫ് സ്റ്റൈൽ ഡിസീസും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് അനുസരിച്ചാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ഓക്കെ, ഫാക്ട് അനുസരിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ അത് ബേസ് ആയ കാര്യമല്ല പഠിക്കേണ്ടത്, ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഫാക്ടും സ്റ്റേറ്റ്മെന്റും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിവൈഡ് ചെയ്യാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം വന്നിരിക്കുന്നത് എന്താണ്, ഫാക്ട് ബേസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. 6 ഔട്ട് 7 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ ചോദ്യം, ബയോളജി എന്നുള്ള കറണ്ട് അഫയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാ? ബയോളജി എന്നുള്ള കറണ്ട് അഫയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നോബൽ പ്രൈസ് വന്ന ഇല്ല. ഓക്കെ, COP മീറ്റിംഗ് വന്ന ഇല്ല. ന്യൂ ഡിസീസ് വന്ന ഇല്ല. മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് വന്ന ഇല്ല. പുതിയ സ്പീഷീസ് വന്ന ഇല്ല. നാഷണൽ പാർക്ക് വന്ന ഇല്ല. എൻവയോൺമെന്റൽ ഡേ, വാട്ടർ ഡേ വന്ന ഇല്ല. IUCN സ്റ്റാറ്റസ് വന്ന ഇല്ല. ഓക്കെ, അപ്പൊ ഈ കറണ്ട് അഫയർ പഠിക്കേണ്ട കറണ്ട് അഫയർ ആണല്ലേ? ഓക്കെ, ഇതൊന്നും വന്നിട്ടില്ല, വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, ഒരു സ്റ്റേജിൽ വന്ന കറണ്ട് അഫയർ ആയിരിക്കില്ല അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യാൻ വരാൻ പോകുന്നത്. നോബൽ പ്രൈസ് പഠിക്കേണ്ട കാര്യം തന്നെയല്ലേ? COP മീറ്റിംഗ് പഠിക്കേണ്ട കാര്യം തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറണ്ട് അഫയേഴ്സ് വരാവുന്ന സാധ്യത ഉള്ളതാണ്. ഓക്കെ, നമ്മൾ ഒഴിവാക്കിയിരിക്കുന്ന ഭാഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളും SCERT ബുക്കിലെ 12ാം ക്ലാസ്സിലെ 20 പേജും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനുഷ്യ ശരീരം നമ്മൾ മൊത്തമായി പഠിച്ചിട്ടില്ല, കുറച്ചു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാ പഠിക്കുക, ഫാക്ട് ബേസ് ആയിട്ടാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്കും എങ്ങനെയാ പഠിക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? അറിയും. നെക്സ്റ്റ് ആണ് നമ്മൾ പോകാൻ പോകുന്ന ഭാഗമാണ് ഫിസിക്സ്. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിരിക്കുന്നത് 43 സ്ഥലത്താണ്. ഓക്കെ, 43ൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയ ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റ് ആണോ? അതെ. ഇതുവരെയ്ക്കും ഞാൻ പേപ്പർ കോഡയിൽ മുമ്പേ പറഞ്ഞാണ്, 8 മാസം മുമ്പേ പറഞ്ഞാണ്. ആ 8 മാസം മുമ്പേ പറഞ്ഞിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻ നമ്പർ 43 എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണോ? അതെ. ഓക്കെ, ഫിസിക്സിൽ ഇത്രയും വലിയ സിലബസ് ഇല്ലേ? അതിൽ ഭൗതികശാസ്ത്ര ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ശബ്ദത്തിന്റെ വിവിധ തരംഗങ്ങളും വ്യത്യസ്ത മാധ്യമങ്ങളുള്ള പ്രവേഗം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അനുരണനം, ആവർത്തന പ്രതിബോധനം എല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബലവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. താപവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി പഠിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന 6 ടോപ്പിക്ക്, ഈ 6 ടോപ്പിക്കിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും പാസ്കൽസ് ലോ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയി പഠിക്കണം. അവിടെ ലൈറ്റ് ഉണ്ട്. ഓക്കെ, ആ ലൈറ്റിന്റെ കാര്യം എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയി പഠിക്കണം. ബാക്കി എല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? നോർമൽ ആയി പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയി പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്നിട്ടല്ലേ നമുക്ക് 89 മാർക്സ് കിട്ടുന്നത്? അതെ. ഓക്കെ, ദാ കിടക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാവിറ്റി. ഓക്കെ, ദാ കിടക്കുന്നു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ഫിസിക്സ്. എന്താ? നാസയിലെ ബഹിരാകാശ യാത്രികർ. അതാ നമ്മൾ കറണ്ട് അഫയേഴ്സ് അവിടെ എഴുതിയിട്ടുള്ളതല്ലേ? ദാ ഇവിടെ ന്യൂ സാറ്റലൈറ്റ്, സ്പേസ് ഷിപ്പ്, നാസ, യൂറോപ്യൻ യൂണിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ടോ? ഉണ്ട്. സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ അല്ലേ? വീണ്ടും ഞാൻ കാണിച്ചു തരുന്നു. ഇവിടെ എന്തുണ്ട്? സിലബസിൽ ഉണ്ട്. എന്താണുള്ളത്? ദാ ഉപഗ്രഹങ്ങൾ. ദാ ഇവിടെ എന്തുണ്ട്? ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. അതെല്ലാം ഉള്ളതല്ലേ? ഓക്കെ, അതെല്ലാം ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 ഔട്ട് ഓഫ് 3. ഓക്കെ, സോറി, 3 ഔട്ട് ഓഫ് 4. 3 എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഓരോന്നാണ് മിസ്സായിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് 11 പോയത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിനും ഫുള്ള് കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹിസ്റ്ററി മുഴുവൻ കിട്ടണമെങ്കിൽ അത്രയും പഠിക്കണ്ടേ? നമ്മൾ എല്ലാത്തിനും കുറച്ച് പഠിക്കുന്നു, 90 മാർക്ക് വാങ്ങുന്നു. അത്രയല്ലേ നമ്മുടെ ആവശ്യമുള്ളൂ. ഓക്കെ, ഡാൻ. അപ്പൊ കെമിസ്ട്രി നമ്മൾ പറഞ്ഞിരിക്കുന്നത് അക്കോറിറ്റിയ, pH വാല്യൂ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഗ്യാസ് ലോ, പീരിയോഡിക് ടേബിൾ, മിക്സ്ചേഴ്സ്. അതിൽ ഗ്യാസ് ലോയും പീരിയോഡിക് ടേബിളുമാണ് ഡീറ്റെയിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ഫാക്ട് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഈ KPSM മെത്തേഡ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ മിക്സ്ചേഴ്സ് ഇപ്പോഴാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ CPOക്കും WCPOക്കും അതേപോലെ ലാബ് അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് OAക്കും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ആഡ് ചെയ്തിട്ടില്ല. എങ്കിൽ ഓക്കെ, ഇതാണ് സിലബസിൽ ഉള്ളത്. ഇതിൽ ലോഹങ്ങളും അലോഹങ്ങളും 2 സ്ഥലത്തുണ്ട്. ഒന്ന് ലോഹങ്ങൾ അലോഹങ്ങൾ. അത് ഒന്ന് ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട ലോഹങ്ങൾ അലോഹങ്ങളാണ്, ഒന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ലോഹങ്ങൾ അലോഹങ്ങളാണ്. ഈ ലോഹങ്ങൾ അലോഹങ്ങൾ പഠിച്ചാൽ തന്നെ ഈ മൂന്നാമത്തെ പാർട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? കവർ ആവുന്നതായിരിക്കും. എന്നാലും ഞാൻ കെമിസ്ട്രിയിൽ 4ൽ 4 എടുത്തിട്ടില്ല, 3 എടുത്തിട്ടുള്ളൂ. ഓക്കെ, ആൽക്കലോയിഡ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, രൂപാന്തരത്തെ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ആറ്റവും തന്മാത്രയും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, മൂലകങ്ങൾ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഭൗതിക മാറ്റം, രാസപ്രവർത്തനങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്രാവശ്യം മിക്സ്ചേഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ pH വാല്യൂ ഫാക്ട് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മിക്സ്ചേഴ്സ് എത്ര
എത്ര മോൾ അടങ്ങിയിരിക്കുന്നു? വീണ്ടും മിക്സ്ചേഴ്സ്. ഓക്കെ അല്ലെ? ലീൻ ലായനിയെ പറയുന്ന പേരെന്താണ്? വീണ്ടും മിക്സ്ചേഴ്സ്. കാൽസ്യം കാർബൈഡ് ജലവുമായി സമ്പർക്കം ഉണ്ടായി, രണ്ടും കൂടി ചേർന്നു എന്ത് ചെയ്യും? പുറത്തു വരും. ഓക്കെ, മിക്സ്ചേഴ്സിന്റെ ഒരു കളിയാണ് ഇപ്രാവശ്യത്തെ എന്തോന്നിരിക്കുന്നത്? കെമിസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ 5 ക്വസ്റ്റ്യൻ വന്നത്. എത്ര ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി? 4 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. കെമിസ്ട്രി എന്നുള്ള നോബൽ പ്രൈസ് വന്നില്ല എന്ന് വെച്ച് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വരാവുന്നതാണ്. പുതിയ എലമെന്റ് വന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ എന്നാ പറ, കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ് ആയില്ലേ? നമ്മൾ പോയ സ്ഥലത്ത് പറഞ്ഞതുപോലെ വന്നിരിക്കുന്നു. ആദ്യത്തെ 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ഫാക്ട് ബേസ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തായി? ഈസി ആണെന്ന് ഫീൽ ചെയ്തു. ഓക്കെ അല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റീസണിങ് ക്വസ്റ്റ്യൻസ് ഈസിയാണ്. അത് കമ്പാരിറ്റീവ്ലി എന്താണ്? ഈസിയാണ് മാത്സിനെക്കാളും. അതേപോലെ ഇംഗ്ലീഷ് നമ്മൾ എവിടെ പോയത്? ഗ്രാമറിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ പോയത് എവിടേക്കാണ്? വൊക്കാബുലറിയിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നില്ലേ? ഞാൻ പറഞ്ഞ അതേ രീതിയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യില്ലേ? ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? 2 പ്രാവശ്യം ചോദിക്കണം. എപ്പോഴൊക്കെ? ആദ്യത്തെ 15 മിനിറ്റിലും 45 മിനിറ്റിലും. ചില സ്ഥലത്തുനിന്ന് ഉണ്ടാവും വാൾ ക്ലോക്ക് ഉണ്ടാവും. വാൾ ക്ലോക്ക് ഉണ്ടെങ്കിൽ അർത്ഥം എന്താ? അത് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ലാഭമാണ്. നിങ്ങളുടെ എന്താണ്? ലെക്കാണ്. ലെക്ക് ഒരു ഫാക്ടറാണ്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. എക്കണോമിക്സ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്, എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയി പഠിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ എക്കണോമിക്സ് ഒക്കെ പിന്നെന്താ വേൾഡ് ഹിസ്റ്ററി, അതേപോലെ മലയാളം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? വളരെ ഡീറ്റെയിൽഡ് എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് എക്കണോമിക്സിന് എന്താ? സിലബസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നീതി ആയോഗ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നീതി ആയോഗ് എന്നാണോ വന്നിരിക്കുന്നതിന് ഡൗട്ട് ഉള്ളതെന്നുണ്ട് ഒരുപാട് പേരുണ്ട്. ഓക്കെ, അതിന് കാരണം അവിടെ സുസ്ഥിര വികസനമാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മൾ പഠിച്ച കാര്യം എന്താ? നീതി ആയോഗ് ആണോ ഓക്കെ ഇന്ത്യയിൽ സുസ്ഥിര വികസനം നടത്തുന്നത്? അതെ. ഇത് നമ്മൾ നീതി ആയോഗിന്റെ കാര്യത്തിൽ അവർ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട പണി എന്താ? ഒന്നിന്റെ പേര് സഹകരണ ഫെഡറലിസം, രണ്ടാമത്തെ പേര് എന്താ? സുസ്ഥിര വികസനം. എന്നിട്ട് സുസ്ഥിര വികസനം എങ്ങനെയാണ് തുടങ്ങിയത്? എന്തുകൊണ്ടാണ് നീതി ആയോഗിന് എത്ര കിട്ടിയത്? ആക്ച്വലി 16 സുസ്ഥിര വികസനം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൊത്തം എത്ര ഉണ്ടായിരുന്നു? 17. ആരാണ് ഇത് കൊണ്ടുവന്നത്? 17 എണ്ണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, സോഴ്സ് എവിടെ നിന്നായിരുന്നു? നീതി ആയോഗിന്റെ എന്താ? സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വന്നില്ലേ? പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ പ്ലാനിങ് പഠിക്കുമ്പോൾ, പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നില്ലേ? ഓക്കെ അല്ലേ? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ, സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ? ഓക്കെ അല്ലേ? ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്താണ് പറഞ്ഞത്? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ? സിലബസ്. 6ൽ എത്ര കിട്ടി? 5 എണ്ണം കിട്ടി. ഒരെണ്ണം തിയറി ആയിരുന്നു. ആ തിയറി ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? പണി കിട്ടും. നമുക്ക് എന്ത് പറയും? ഒരുപാട് സമയം പോകും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എന്റെ സ്ഥിരം ഡയലോഗാണ്, PSC കിട്ടുക എന്ന് പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി അല്ല. ഓക്കെ, അതൊരു റോളിംഗ് പ്ലാൻ ആണ്. എന്റെ ഭാഷയിൽ, കിരണിന്റെ ഭാഷയിൽ, KPSM മെത്തേഡിൽ പറയുകയാണെങ്കിൽ അത് റോളിംഗ് പ്ലാനും അല്ല. കാരണം റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? 1 വർഷമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? PSC കിട്ടണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡൺ ആണല്ലോ? അതെ. നെക്സ്റ്റിന്റെ പേരാണ് സ്ട്രാറ്റജി ഫേസ്. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജി ഫേസ് അല്ല, അത് ഓളത്തിൽ പറഞ്ഞാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. 19 to 23 കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പേഴ്സ് നോക്കിയേ. നമ്പേഴ്സ് 13. ഓക്കെ, ഞാൻ പറഞ്ഞ നമ്പർ എത്രയാ? 13. ഓക്കെ, അത് എക്കണോമിക്സ് കറണ്ട് അഫയർ ആണ്. ഞാൻ പറഞ്ഞ നമ്പർ എത്രയാ? 13. 13 തൊട്ട് എല്ലാ നമ്പറും കറക്റ്റ് തന്നെയാണോ? ഓക്കെ, നമ്പേഴ്സ് എല്ലാം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതുവരെ നമ്പേഴ്സ് എല്ലാം ഓക്കെ അല്ലേ? ഇതിന്റെ നമ്പർ 19 കുറച്ച് മാറിപ്പോയിട്ടുണ്ടാവും, 21 ആയിട്ടുണ്ടാവും. അതിന് കാരണം ഇടയിൽ എന്ത് വന്നു? കറണ്ട് അഫയർ വന്നു. ഓക്കെ, അപ്പൊ 1 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞതല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നമ്മൾ പറഞ്ഞതല്ലേ? ഓക്കെ, ലിസ്റ്റ് നമ്മൾ പറഞ്ഞതല്ലേ? പഞ്ചായത്ത് രാജും രാജുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതല്ലേ? ഓക്കെ, രാജ്യസഭ. എന്റെ ചോദ്യം നിങ്ങളോട്, ഇനി നിങ്ങൾ രാജ്യസഭ അടുത്ത എക്സാമിന് പഠിച്ചിട്ട് പോവില്ല. ഓക്കെ അല്ലേ? കാരണം ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഘടകമായിരിക്കും നിങ്ങൾക്ക് വരിക. നമ്മൾ ഈ സിലബസിനെ വളരെ
ചുരുക്കിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയുന്നതല്ലേ ഭരണഘടന പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാന്നുള്ളത്. ആ ഒരുപാട് പഠിക്കാനുള്ള സംഭവത്തെ മൊത്തമായി ചുരുക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര ടോപ്പിക് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളെ? നിങ്ങൾ തന്നെ പറ. ഓക്കെ അല്ലെ? 1 2 3 4 5 6 7 8 8 9 സോറി 9 ടോപ്പിക്കായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ ഭരണഘടന നമ്മൾ 9 ടോപ്പിക്കായി ചുരുക്കുകയും ആ 9 ടോപ്പിക്കിൽ എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലെ? CAG AG ഫിനാൻസ് കമ്മീഷനും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയും എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയി പഠിക്കണം. പഞ്ചായത്ത് രാജ് ഡീറ്റെയിൽ ആയി പഠിക്കണം. ഗവൺമെന്റ് ഘടകങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കണം. ബാക്കി എല്ലാം എന്താ പറഞ്ഞത്, ഫാക്ട് ബേസിൽ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും സമയം ലാഭമല്ലേ? കാരണം ഫാക്ട് പഠിക്കാൻ പറഞ്ഞാൽ ഫാക്ടിലായിരിക്കണം പഠിക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? എങ്കിൽ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ലേ, കണ്ടതല്ലേ? ഓക്കെ, 6 ഔട്ട് ഓഫ് 6 എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ആക്ച്വലി ജോഗ്രഫിയിൽ തിയറിന്ന് 2 മാർക്കാണ്. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി എന്നാണ് അതിനെ വിളിക്കുക. ഇതിൽ നോക്കിയേ, ഇത്രയും വലിയ സിലബസ് ഉണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫിയിൽ. നമ്മളതിൽ മഹാസമുദ്രം പഠിക്കാൻ പറഞ്ഞിട്ടില്ല, സമുദ്രജലം പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ലോകരാഷ്ട്രവും അവിടെ സവിശേഷനും പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഭൂമിശാസ്ത്രപരമായ വിദൂര സംഭരണം എന്താന്ന് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, സിലബസിലാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? ടോപ്പോഗ്രാഫിക് മാപ്പുകളാണ് പഠിക്കാൻ പറഞ്ഞത്. ആഗോളതാപനവും വിവിധതരം മലിനീകരണം എവിടെ പഠിക്കാൻ പറഞ്ഞു, കറണ്ട് അഫയറിലാണ് പഠിക്കാൻ പറഞ്ഞത്. ആഗോള പ്രശ്നങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലെ? ഭൗമോപരിതലം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി, അതെന്താണ് ആക്ച്വലി, അത് ബേസിക് ആയ കാര്യമാണ്. ഓക്കെ, ആ പ്രിൻസിപ്പിൾസ് എന്നുള്ള ഇത്രയും കാര്യത്തിൽ ഇത്രയും സാധനം ഒഴിവാക്കിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടെന്ത്, 5 ടോപ്പിക്. ഓക്കെ അല്ലെ? 3 ഡീറ്റെയിൽ ആയി പഠിക്കുക, 2 എന്ത് ചെയ്യുക, ബേസിക് ആയി പഠിക്കുക എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്, കാറ്റ്. ഇവിടെ വീണ്ടും എഴുതിയിട്ടില്ലേ? ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്, കാറ്റ്, ക്ലൈമാറ്റ്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കേണ്ട കാര്യമല്ലേ? അഭിവഹനം, താപചാലനം എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കേണ്ട കാര്യമല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതിലല്ലേ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യത്തിന്റെ പേരാണ് ഇന്ത്യൻ ജോഗ്രഫി. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫിയുടെ സിലബസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതിൽ നമ്മൾ റോഡ്, ജല, വ്യോമ ഗതാഗതം മൊത്തമായി പഠിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ കൊണ്ട് ആകെ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് 5 വാട്ടർ വേസ് ആണ്. ഊർജ്ജ സ്രോതസ്സുകൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൃഷി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ധാതുക്കളും വ്യവസായവും പഠിക്കാൻ പറഞ്ഞിട്ടില്ല, സ്വാഭാവിക സസ്യപ്രതി പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഇന്ത്യയുടെ കാലാവസ്ഥ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തീരദേശം പഠിക്കാൻ പറഞ്ഞിട്ടില്ല, നദി പഠിക്കാൻ പറഞ്ഞിട്ടില്ല, സംസ്ഥാനങ്ങളും അവിടെ സവിശേഷതയും പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഭൂപ്രകൃതി പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ആകെ ഉത്തരപർവ്വത മേഖലയും ഉത്തരമഹാസമുദ്രവും ഉപദ്വീപീഠവും പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ഞാൻ കുറച്ചില്ലേ ജോഗ്രഫി? ഓക്കെ അല്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾക്ക് സമയമല്ലേ? ഓക്കെ, എവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ. എന്നിട്ടെല്ലാം ഞാൻ ഫാക്ട് ബേസിലല്ല പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആകെ നിങ്ങളോട് ഊർജ്ജ സ്രോതസ്സുകൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് പഠിക്കുക. ഹിമാലയം, ഉത്തരമഹാസമുദ്രവും പ്ലാറ്റു എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയി പഠിക്കുന്നു. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയി പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഒരുപാട് കാര്യം കുറച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ 60% സിലബസ് എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് 40% സിലബസ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കാൻ പറയുന്നുള്ളൂ. എല്ലാ കറണ്ട് അഫയേഴ്സും പഠിക്കാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് കേരള ജോഗ്രഫിന് എത്രയാണ്, 1 മാർക്ക് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? ആ 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ കേരള ജോഗ്രഫിയിൽ ഈ കാണുന്ന എല്ലാ സിലബസും പഠിച്ചിട്ട് പോയി എന്ന് വിചാരിക്കും. എവിടെ കേരള സിലബസ്? ഓക്കെ, ഒരു മിനിറ്റ്. സോറി, കേരള ജോഗ്രഫി സിലബസ് ഇല്ല. കേരള ജോഗ്രഫിയുടെ എല്ലാ സിലബസും പഠിച്ചു എന്ന് വിചാരിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക്. എന്ന് വെച്ചാൽ എല്ലാ സിലബസും പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു റിവേഴ്സും ലേക്സും എന്ത് ചെയ്യണം, ഫാക്ട് ബേസിൽ പഠിക്കണം. ബയോസ്ഫിയർ റിസർവ്സും സാങ്ച്വറീസും നാഷണൽ പാർക്ക് എന്ത് ചെയ്യണം, ഫാക്ട് ബേസിൽ പഠിക്കണം. പുതിയ എന്തെങ്കിലും അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെന്റേഴ്സ്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെന്റേഴ്സും ന്യൂലി ഡെവലപ്മെന്റ് അഗ്രിമെന്റ് വെറൈറ്റി നെയിം എന്ത് ചെയ്യണം, പഠിക്കണം. അത്രയല്ലേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. സിലബസ് മൊത്തമായി ചുരുക്കിയില്ലേ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ എഴുതുന്നില്ലേ? അവിടെ ചിനാബ് ബ്രിഡ്ജ് എഴുതിയിട്ടില്ലേ? ഓക്കെ, നോക്കിക്കേ, അവിടെ ചിനാബ് ബ്രിഡ്ജിന്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഉയരം കൂടിയ കമാനമായ പാലം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാതെ എന്ത് വന്നു, എന്താ പറയാ, ഇന്ത്യയുടെ സ്ഥാനം വന്നു. ഓക്കെ, അത് കാരണം എനിക്ക് എന്ത് കിട്ടി, 3 ഔട്ട് ഓഫ് 5 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് 90+ വരേണ്ടതായിരുന്നു. ഓക്കെ, ഇനി ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, കേരള ഹിസ്റ്ററി, 1.25 കോടി മലയാളികൾ. അവിടെ ഞാൻ എഴുതിയിട്ടില്ലേ, കേരള ആഫ്റ്റർ 1956. ഫസ്റ്റ് ഗവൺമെന്റ് എന്തായിരിക്കണം, ഫാക്ട് ബേസ് ആയിരിക്കണം. അതല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ എല്ലാവരും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഒന്ന് മാർത്താണ്ഡവർമ്മ, അടുത്തത് ആരാണ്, ഫീമെയിൽ റൂളേഴ്സ്, അടുത്ത ആരാണ്, സ്വാതി തിരുനാൾ. ഇങ്ങനെയല്ലേ ഞാൻ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ മാർത്താണ്ഡവർമ്മയല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, ഫാക്ട് ആയിട്ടല്ലേ പഠിക്കാൻ പറഞ്ഞത്, മാർത്താണ്ഡവർമ്മയല്ലേ വന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ.
കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലാകുന്ന പ്രദേശം. ഓക്കെ, ബ്രിട്ടീഷുകാരെ കുറിച്ച് ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് റെയിൽവേ അല്ലെങ്കിൽ ഫാക്ട് ബേസ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റിൽ പഠിക്കാൻ പറഞ്ഞ ആരെ കുറിച്ചാ? പോർച്ചുഗീസുകാർ ഡച്ചുകാരെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ നമ്മൾ ക്ലാസ്സിൽ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? കേരളം വരച്ചതിന് ശേഷം ഡിവൈഡ് ചെയ്യും. ഓക്കെ, പ്രത്യക്ഷ ഭരണം ഉണ്ടാവും. പ്രത്യക്ഷമായി ഭരിക്കുന്ന എവിടെയായിരിക്കും? മലബാർ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രവിശ്യ. ബാക്കി രണ്ടെണ്ണത്തിന് വിളിക്കുന്ന പേരാണ് നാട്ടുരാജ്യം. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ? ഓക്കെ അല്ലെ? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ എന്തൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യമൊക്കെ എന്ത് ചെയ്യും? വരുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ എന്റെ ചോദ്യം, ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പം, വി ടി ഭട്ടതിരിപ്പാട്, വാക്പടാനന്ദൻ. കാണാനില്ല, ക്വസ്റ്റ്യൻ കാണാനില്ല. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇത് ഒരു സ്റ്റേജിൽ ഉണ്ടാക്കിയതാണോ? അല്ല. അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണം? ഇതേ കാര്യത്തിലാണ് വരേണ്ടത്. ഓക്കെ, എങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമല്ലേ? കേരള ഹിസ്റ്ററിയുടെ സിലബസ് നോക്കിക്കേ. ഓക്കെ, ഇത്രയും വലിയ സിലബസിനെ ഞാൻ ചുരുക്കിയിട്ട് ചെറുതാക്കിയിട്ട് തന്നിട്ടില്ലേ? ഓക്കെ, എന്നിട്ട് അതൊന്നല്ലേ ക്വസ്റ്റ്യൻ വരേണ്ടത്? ആണല്ലോ. അപ്പോ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി അതെല്ലാം പഠിക്കാൻ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്താ? ശുദ്ധി പ്രസ്ഥാനം, ആര്യ സമാജം നമ്മൾ എവിടെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്? കറണ്ട് അഫയറിൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, വേൾഡ് ഹിസ്റ്ററി ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. മൈ മിസ്റ്റേക്ക്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പക്ഷെ വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ചല്ലേ പറ്റുള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്താണ്? PSC എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഇടാന്നല്ലേ പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഇടാന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വരുള്ളൂ എന്ന് പറയണമെങ്കിൽ അത് എക്സാമിന്റെ ഒരു എന്താ പറയാ ഒരാഴ്ച മുമ്പല്ലല്ലോ നമ്മൾ ടോപ്പിക് ഇടുന്നത്. ഓക്കെ, LDC വെബ്കോ ഇപ്പൊ നോട്ടിഫിക്കേഷനേ വന്നിട്ടില്ല. നമ്മൾ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെയാണ്. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അത്രയും നേരത്തെ പറയണ്ടേ? ഓക്കെ, എന്നിട്ട് അതെല്ലാം ചേർത്തിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ഇത്രയും ഇല്ലേ? ഇത് നമ്മൾ വളരെയധികം കുറച്ചിട്ടില്ലേ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഡാൻ. ലോക ചരിത്രം ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയർ. എല്ലാം സിലബസും ഉള്ളതാണ്. ഓക്കെ അല്ലേ? പുറത്ത് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം എന്താണ്? സിലബസ് എന്നുള്ളതാണ്. ദാ ക്വസ്റ്റ്യൻ. യുനെസ്കോ, UN എന്താണ്? അവരുടെ ഇൻഡെക്സസും അവരുടെ എന്താണ്? സ്ഥാപനങ്ങളും. ഓക്കെ, അടുത്തത് പൽഹാം തീവ്രവാദ ആക്രമണം, ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ഇതവിടെ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട് സിലബസിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ആ വിദേശ നയവുമായിട്ട് ആരൊക്കെയാ? റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, പാലസ്തീൻ, USA, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് എഴുതി വെച്ചിട്ടില്ലേ? ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഡൺ. 8 ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 6 ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേഷൻ. ഇതുവരെ കേരള അഡ്മിനിസ്ട്രേഷൻ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, 2 ക്വസ്റ്റ്യൻ, CPOക്ക് 2 ക്വസ്റ്റ്യൻ, CPOക്ക് എന്തായാലും 3 ഉള്ളൂ. അതിനു മുമ്പുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും ലാബ് അസിസ്റ്റന്റ് ആയാലും നമുക്ക് അത്ര എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ കാണാനില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, അത് നോക്കാൻ വേണ്ടിയിട്ട് ദാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. ഇതാണ് സിലബസ്. സിലബസിൽ എല്ലാം പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. വിവിധ കമ്മീഷൻ, എല്ലാ കമ്മീഷനും പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. ഭരണഘടനാ സ്ഥാപനം എല്ലാ സ്ഥാപനവും പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ഓക്കെ, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എല്ലാം പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. ഭൂപരിഷ്കരണം പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ ക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം ഡീറ്റെയിൽഡ് ആയി പഠിക്കാൻ വേണ്ടിട്ടുണ്ടോ? ഇല്ല. പദ്ധതി മാത്രമല്ല പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, സുരക്ഷായനം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഓക്കെ, ഞാൻ നമ്പർ വിട്ടു. നമ്പർ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യാ? ഓക്കെ, ഇവിടെ 26 എനിക്ക് നമ്പർ ചെറുതായി തെറ്റിയിട്ടുണ്ട്. എന്നാണ് 33. ഓക്കെ, ഐ അഗ്രി. ഓക്കെ, ഇതെല്ലാം ശരിയാണെങ്കിൽ പിന്നെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം? അതേപോലെ തരണം. ഓക്കെ, അത് മാത്രമല്ല ഇനി തരാൻ ബാക്കിയുള്ളൂ. ഓക്കെ, 33 സുരക്ഷായനം, അതിന്റെ മുദ്രാവാക്യം, MGNRIGയുടെ പൂർണ്ണ രൂപം. ഓക്കെ, സോറി, 26 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റിയിട്ടില്ല. ഓക്കെ അല്ലെ? ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? 27. ഓക്കെ, MGNRIGയുടെ പൂർണ്ണ രൂപം ഏതാണ്? സുരക്ഷായനം എവിടെയാണ്? തൊഴിലും ജോലിയും സംബന്ധിച്ച, വർക്കും ലേബറും സംബന്ധിച്ച പ്രശ്നം. ഓക്കെ അല്ലെ? വീണ്ടും വർക്കും ലേബറും സംബന്ധിച്ച കാര്യം. പിന്നെന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കുടുംബശ്രീ, എങ്ങനെയാണ് അവർക്ക് തൊഴിൽ കിട്ടുക, അതിലുള്ള എന്താണ്? മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, കേരള സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ഇതൊരു ബന്ധുവില്ലാതെ 9ാമത്തെ ക്വസ്റ്റിനിൽ പോയി. ഓക്കെ, നോ പ്രോബ്ലം. 7 ക്വസ്റ്റ്യൻ വന്നു. അതിൽ എത്ര കിട്ടി? 6 കിട്ടി. ആദ്യമായിട്ടാണ് നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് 5 മാർക്ക് പറഞ്ഞിട്ട് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, അപ്പൊ ഇനി വരുന്ന എക്സാമ്പിൾ നമ്മൾ കേരള അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? കുറച്ചുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ.
അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് IT 59 തൊട്ട് 65 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 മാർക്കാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാ എത്രയാണ്? 5 മാർക്കാണ് പറയാ. അതിന് കാരണം 2 കറണ്ട് അഫയേഴ്സ് എപ്പോഴൊന്നും ഉണ്ടാവും. അതാ ഡീപ് സീക്ക് എന്ത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡീപ് സീക്ക് അവിടെ എഴുതി വെച്ചതല്ലേ, ന്യൂ ഡെവലപ്മെന്റ് ഇൻ 2024-25. ഓക്കെ, ഒരു പുതിയ സാമൂഹ്യ മാധ്യമം, സ്വതന്ത്ര സാമൂഹ്യ മാധ്യമം ഏതാണ്? ഓക്കെ, സോഷ്യൽ മീഡിയ. ഇപ്പോഴുള്ള സിസ്റ്റങ്ങളിൽ ഏതാണ് പുതിയ സ്വതന്ത്ര മാധ്യമം? ഓക്കെ, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിതി ബുദ്ധി ഉപകരണം AI ടൂൾ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞല്ലേ വന്നിരിക്കുന്നത് 59. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? IT 59. ഓക്കെ, ക്വസ്റ്റ്യൻ എവിടെയാ വന്നിരിക്കുന്നത്? എവിടെയാ ക്വസ്റ്റ്യൻ നമ്പർ ഏതാ വന്നിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ? എവിടെ മോനെ, എവിടെ പോയി? ഇത് സിലബസ് ആണ്. ഓക്കെ, അയ്യോ എവിടെ? ഒരു മിനിറ്റ് ട്ടാ. അതാ ക്വസ്റ്റ്യൻ നമ്പർ 59, നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്ക് അല്ലേ ഇവിടെ എഴുതിയിരിക്കണം. എവിടെ? നെറ്റ്വർക്ക്. ഡീറ്റെയിൽ ആയി പഠിക്കാൻ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതെവിടെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടില്ലേ? എന്റെ ചോദ്യം ആകെ 4 1 2 3 4 5 ഓക്കെ 5 ടോപ്പിക് അല്ലേ എഴുതിയിട്ടുള്ളൂ. ഇതാ സുഹൃത്തുക്കളെ IT-യുടെ എന്ത് സിലബസ്. ഓക്കെ, നിങ്ങളാണ് നോക്ക്, ഒരു 3 മാർക്ക് കിട്ടണമെങ്കിൽ ഹാർഡ്വെയർ അത് മൊത്തം, ഓക്കെ, സോഫ്റ്റ്വെയർ അത് മൊത്തം, ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇത് മൊത്തം, ഇതെല്ലാം പഠിക്കണം 3 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പഠിച്ച് 3 മാർക്ക് കിട്ടണം. അത് ഞാൻ പറഞ്ഞ ടോപ്പിക് മാത്രം പഠിച്ച് 3 മാത്രമല്ല കറണ്ട് അഫയറും കിട്ടണം. ഓക്കെ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ ഇത്രയും പഠിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 240 എങ്ങനെ ചെയ്യാന്ന് എഴുതിയിട്ടുണ്ട്. അതേ ഇതിൽ തന്നെ കാണിച്ചു തരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ മാറ്റി എഴുതുന്നൊക്കെ പറയല്ല. ഓക്കെ, പിന്നെ ഇവിടെ മാത്സ് 71 ആയിട്ട് 75 ആയിരിക്കണം മാത്സ് ഉണ്ടാവേണ്ടത്. 71 മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മെനസ്ട്രേഷൻ ടോപ്പിക് ഉണ്ട്, ഒരു സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, ഒരു ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. 5 എണ്ണം കിട്ടി, 4 കിട്ടി. ഓക്കെ, മാത്സ് ഞാൻ എല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, എവിടെ മാത്സിന്റെ സിലബസ്? സോറി, സിലബസിൽ ഇല്ല. എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല? പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ നമ്പർ എത്രയാ? 51 ആണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഇല്ല കേട്ടോ. ഓക്കെ, അത് ഏകദേശം എന്ത് 53 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 വ്യത്യാസം. ഓക്കെ, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് സ്പോർട്സ്. ഓക്കെ, പിന്നെ എന്താ പറയാ, പുസ്തകങ്ങൾ. ഓക്കെ, സാഹിത്യം. പിന്നെ എന്താണ് ആക്ച്വലി ക്ഷേത്രം, കലകളല്ല, എവിടെയുള്ള എന്താണ്, എവിടെയാണ് ഉത്സവങ്ങൾ. ഓക്കെ, 5 ക്വസ്റ്റ്യൻ വന്നായിരുന്നു, 4 നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. ഓക്കെ, ആർട്സ് സ്പോർട്സിന്റെ സിലബസ് എവിടെ മക്കളെ? വലിയ സിലബസ് ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് എന്താ? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, വെർബ് ടെൻസ്. ഓക്കെ, വീണ്ടും വെർബ് ടെൻസ്. പിന്നെന്താ? 4 എത്ര കിട്ടി? 4 നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, ഇപ്രാവശ്യം വൊക്കാബുലറി ആണ് എന്ത് കൂടുതൽ ഉണ്ടായിരുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇമ്പോർട്ടന്റ് ആക്ട്സ് ആണ്. ഇമ്പോർട്ടന്റ് ആക്ട്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ നിയമം, ദാ വന്നിരിക്കുന്ന വിവരാവകാശ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, SC/ST കമ്മീഷൻ, ഡൊമസ്റ്റിക് ആക്ട്, പോക്സോ ആക്ട് എന്ന് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, എത്ര കിട്ടിയിട്ടുണ്ട്? 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സുപ്രധാന നിയമത്തിന്റെ സിലബസ്. ഇൻഫർമേഷൻ ആക്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൾണറബിൾ സെക്ഷനിൽ സിവിൽ റൈറ്റ്സ് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. SC/ST കമ്മീഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈനോറിറ്റി കമ്മീഷൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സേഫ് ഗാർഡിംഗ് വുമണിൽ ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ്. ഓക്കെ, അത് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. വുമൺ കമ്മീഷൻ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ആക്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോക്സോ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ചിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഞാൻ എന്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇല്ലെങ്കിൽ എല്ലാം എഴുതി വെച്ചിട്ട് 5 മാർക്ക് വാങ്ങൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡണ്ണല്ലേ? PSC എങ്ങനെ എവിടെയും ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന കമ്മീഷൻസ്, ഒരുപാട് കമ്മീഷൻസ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഓക്കെ, അതിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കമ്മീഷൻസ് ഏതൊക്കെയാ? 1 ഇൻഫർമേഷൻ കമ്മീഷൻ, 2 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, 3 വുമൻസ് കമ്മീഷൻ, 4 SC/ST കമ്മീഷൻ, 5 എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വരണം. നിങ്ങൾ 2024 എടുത്ത് നോക്കിയോ, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് പഠിക്കാൻ പറഞ്ഞത്. പക്ഷെ ഡീറ്റെയിൽ ആയി പഠിക്കണം കേട്ടോ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ, എങ്കിൽ ലാസ്റ്റ് എന്താണ് ആക്ച്വലി
മലയാളം. ഓക്കെ, മലയാളം നമ്മളെല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി എല്ലാം വന്നിട്ടുണ്ട്, അതേപോലെ വന്നിട്ടുണ്ട്. എൻ്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ, ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, നിങ്ങൾ സിലബസ് മൊത്തമായി പഠിക്കാൻ പോകുന്നുണ്ടോ? ഓക്കെ, അതോ എല്ലാ കറണ്ട് അഫയേഴ്സും പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അതോ KPSC രീതിയാണ് എന്ത് ചെയ്യാൻ പോണത്, പിന്തുടരാൻ വേണ്ടി പോണത്? നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഓക്കെ അല്ലേ? അടുത്ത് വരാൻ പോകുന്ന എക്സാം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി വരാൻ പോകുന്ന എക്സാമിൽ എല്ലാവർക്കും എന്താണ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ടെലഗ്രാം ചാനലിന്റെ @കിരൺ സ്റ്റഡി സർക്കിൾ. ഫൈൻ. അപ്പൊ ഇതേപോലെ ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ആൻഡ് ഐ എം വെരി ഹാപ്പി. എന്ത് വന്നിട്ടുണ്ട്, 89 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത്രയും സിലബസ് കുറച്ചിട്ടും ഇത്രയും എന്ത് ചെയ്തിട്ടും കറണ്ട് അഫയേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടും ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു, ടാറ്റ, ബൈ ബൈ.